ദിശ പി എസ് സിയുടെ ഡ്രൈവർ ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള പി എസ് സി ഒട്ടനവധി ഡ്രൈവർ തസ്തികയിലേക്ക് എക്കാലത്തെയും വലിയൊരു എക്സാം ഈ വരുന്ന ജൂലൈ മാസം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. സാധാരണ പി എസ് സി എക്സാം എഴുതുന്നത് പോലെ എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. കാരണം ടെക്നിക്കൽ സൈഡിലെ 50 ചോദ്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള 50 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ഈ വരുന്ന എക്സാമുകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും കഴിയുകയുള്ളൂ. നിങ്ങളൊരു ജനറൽ പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ദിശ പി എസ് സിയുടെ 23 ദിവസത്തെ ക്രാഷ് കോഴ്സിൽ വണ്ടി സൈഡിലെ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കും. മുൻകാല ചോദ്യങ്ങളെ അപേക്ഷിച്ച് കേരള പി എസ് സി ഇപ്പോൾ നടത്തുന്ന എക്സാമുകളിൽ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച വിദ്യാർത്ഥിക്ക് മാത്രം ഉത്തരങ്ങൾ എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ഭൂരിഭാഗവും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കും ഉത്തരം എഴുതാം ദിശ പി എസ് സിയുടെ ഈ ക്രാഷ് കോഴ്സിലൂടെ. നമുക്ക് കുറച്ചു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ പരിചയപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, എൻജിൻ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് സ്പാർക്ക് പ്ലഗിനെ കറണ്ട് നൽകുന്ന ഉപകരണം. എൻജിൻ ഫയറിംഗ് ഓർഡറിനനുസരിച്ച് സ്പാർക്ക് പ്ലഗിന് കറണ്ട് നൽകുന്ന ഉപകരണം. ഓപ്ഷനിലുള്ളത് കേബിളുകൾ, കണ്ടൻസർ, ഡിസ്ട്രിബ്യൂട്ടർ, CB പോയിൻ്റ്. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്നും ഉത്തരം ആയിട്ട് എഴുതേണ്ടത് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ്. എൻജിൻ ഫയറിംഗ് ഓർഡറിനനുസരിച്ച് സ്പാർക്ക് പ്ലഗിന് കറണ്ട് നൽകുന്നത് ഡിസ്ട്രിബ്യൂട്ടറാണ്. നിങ്ങൾക്കറിയാം, 12 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ 24 വോൾട്ട് ബാറ്ററിയാണ് സാധാരണ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. 6 വോൾട്ട് ബാറ്ററി ബൈക്കുകളിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ എൻജിനിൽ അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിന് ആവശ്യമായ വോൾട്ടേജ് 20,000 മുകളിലുള്ള വോൾട്ടേജാണ്. 20,000 മുതൽ 25,000 വോൾട്ടേജ്. അപ്പോൾ അത്രയും വലിയ വോൾട്ടേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 12 വോൾട്ടിൽ നിന്നും 25,000 വോൾട്ടിലേക്ക് വോൾട്ടേജിനെ മാറ്റണം. അങ്ങനെ വോൾട്ടേജിനെ മാറ്റി അതിന് ട്രാൻസ്ഫോമറുകളൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ സ്പാർക്ക് പ്ലഗിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന, കറക്റ്റ് ടൈമിൽ ഓരോന്ന് അളവ് അനുസരിച്ച് കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ എന്ന ഉപകരണമാണ്. അപ്പോൾ എൻജിൻ ഫയറിംഗ് ഓർഡറിനനുസരിച്ച് സ്പാർക്ക് പ്ലഗിലേക്ക് കറണ്ട് നൽകുന്ന ഉപകരണം ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് ഡാഷ് ആയിരിക്കും. ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് ഡാഷ് ആയിരിക്കും. ഇവിടെ ഓപ്ഷനിൽ 1.5 സെൻറ്റിമീറ്റർ, 15 മില്ലിമീറ്റർ ടു 20 മില്ലിമീറ്റർ, 0.6 മില്ലിമീറ്റർ ടു 1 മില്ലിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, ഇത്രയാണ് ഓപ്ഷനിലുള്ളത്. ഇവിടെ ശരിയായ ഉത്തരം 0.6 മില്ലിമീറ്റർ ടു 1 മില്ലിമീറ്റർ എന്നാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ നോക്കി ഉത്തരങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ്. സ്പാർക്ക് പ്ലഗിൻ്റെ എയർ ഗ്യാപ്പ് എല്ലാവർക്കും അറിയാം, ഏറ്റവും ചെറിയൊരു എയർ ഗ്യാപ്പാണ് അവിടെ ഉള്ളത്. ആ എയർ ഗ്യാപ്പിലൂടെയാണ് കറണ്ട് പാസ് ചെയ്ത് പോകാനുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു ഗ്യാപ്പായിരിക്കും. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതുക. ഇവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് 0.6 mm ടു 1 മില്ലിമീറ്റർ. അടുത്തൊരു ചോദ്യം നോക്കാം. IC എൻജിൻ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ മോട്ടോർ ഏത്? IC എൻജിനിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ മോട്ടോർ ഏത്? ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവർക്കും തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതും ഇതുപോലുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം, തിരിഞ്ഞു പോകരുത് ഒരു കാരണവശാലും. ഇവിടെ ഓപ്ഷനിലുള്ളത് സിംഗിൾ ഫേസ് AC മോട്ടോർ, DC ഷണ്ട് മോട്ടോർ, DC സീരീസ് മോട്ടോർ, സിങ്ക്രണൈസർ മോട്ടോർ. ഇതൊക്കെ ഓരോ ടൈപ്പ് മോട്ടോഴ്സാണ്. ഇവിടെ IC എൻജിനിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ മോട്ടോർ DC സീരീസ് മോട്ടോറാണ്. DC സീരീസ് മോട്ടോറാണ് നമ്മൾ IC എൻജിനിൽ ഉപയോഗിക്കുന്നത്. സീരീസ് മോട്ടോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലാണ്.
അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള പവർ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഈ മോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആവശ്യത്തിനുള്ള പവർ കിട്ടും. അതുകൊണ്ടാണ് DC സീരീസ് മോട്ടോർ സ്റ്റാർട്ടർ മോട്ടോറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ഹെവി വാഹനത്തിൻ്റെ വീൽ ബോൾട്ടുകളുടെ എണ്ണം. ഒരു ഹെവി വാഹനത്തിൻ്റെ വീൽ ബോൾട്ടുകളുടെ എണ്ണം. ഹെവി വാഹനത്തിൻ്റെ വീൽ ബോൾട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ ഹെവി ബസ്സിൻ്റെ വീൽ ബോൾട്ടുകളുടെ എണ്ണം എന്നത് 8 എന്നാണ്. 8 എന്നാണ്. ഇവിടെ ഓപ്ഷനിൽ 6 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനിൽ ശരിയായ ആൻസർ 8 എന്നാണ്. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന ഹെവി പാസഞ്ചർ ബസ്സിന് വീലിൽ 10 ബോൾട്ടുകളും കാണുന്നുണ്ട്. 10 ബോൾട്ടുകളും കാണുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. 10 ആണ് ഓപ്ഷനിലുള്ളത് എങ്കിൽ 10 എഴുതുക. 8 ആണ് ഓപ്ഷനിലുള്ളത് എങ്കിൽ 8 എഴുതുക. ഇത് രണ്ടും ഒരുമിച്ച് ഓപ്ഷനിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ചെറിയ ഓൾട്ടോ 800 അല്ലെങ്കിൽ 800 അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബോൾട്ടുകളുടെ എണ്ണം 4 ആണ്. 4 ബോൾട്ടുകളാണ് അങ്ങനെയുള്ള വാഹനങ്ങളുടെ വീലുകളിൽ ഉപയോഗിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എത്രയാണ്? ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എത്രയാണ്? ഇവിടെ ഓപ്ഷനിലുള്ളത് 1:1, 20:1, 6:1, 9:1. ഓപ്ഷൻ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം 20:1 ആണ്. അതായത് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയവും തമ്മിലുള്ള അനുപാതമാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇതൊക്കെ ദിശയുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ എന്താണെന്നാണ് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എത്രയാണെന്നാണ് ഇവിടെ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 20:1 ആണ്. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കാനുള്ളത് ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ എപ്പോഴും 15 മുകളിലായിരിക്കും. അതായത് 15:1, 16:1, 17:1, 18:1 അങ്ങനെ പോകും. അതേസമയം പെട്രോൾ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ 14:1, 13:1, 12:1, 10:1 അങ്ങനെ പോകും. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം മാത്രം എഴുതുക. ഏതെങ്കിലും ഒരു ഉത്തരം കണ്ടിട്ട് അതാണ് ശരി എന്ന് തോന്നി എഴുതരുത്. പിന്നെ മിക്കവാറുമുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നൊരു തെറ്റാണ്. ഓപ്ഷൻ നോക്കിയതിന് ശേഷം ആദ്യം വായിക്കുന്ന ഉത്തരം ശരിയാണോ അല്ലെങ്കിൽ ആദ്യം വായിക്കുന്ന ഉത്തരം ചിലപ്പോൾ ശരിയായിരിക്കും. അപ്പോഴേ തന്നെ ആ ഉത്തരം ശരി കൊടുത്തിട്ട് നമ്മൾ OMR ഷീറ്റിൽ ഉത്തരം മാർക്ക് ചെയ്യും. അടുത്ത ഓപ്ഷൻ വായിക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഇവയെല്ലാം അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ വായിക്കുന്ന ഉദ്യോഗാർത്ഥി ഒന്നാമത്തെ ഉത്തരം വായിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നി കറുപ്പിക്കുന്നത് രണ്ടാമത്തെ ഉത്തരം വായിക്കുമ്പോഴും ആ ഉത്തരവും ശരിയായിരിക്കും. മൂന്നാമത്തെ ഉത്തരവും ശരിയായിരിക്കും. നാലാമത്തെ ഉത്തരം വായിക്കുമ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എല്ലാം വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ എഴുതാൻ ശ്രമിക്കണം. അടുത്തൊരു ചോദ്യം നോക്കാം. 1 ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് 20 കിലോമീറ്റർ ഓടിക്കാമെങ്കിൽ 220 കിലോമീറ്റർ ദൂരം ഓടിക്കാൻ എത്ര ലിറ്റർ ഇന്ധനം വേണം? 1 ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് 20 കിലോമീറ്റർ ഓടിക്കാമെങ്കിൽ 220 കിലോമീറ്റർ ദൂരം ഓടിക്കാൻ എത്ര ലിറ്റർ ഇന്ധനം വേണം? ഇവിടെ ഓപ്ഷനിൽ 8 ലിറ്റർ ഉണ്ട്, 15 ലിറ്റർ ഉണ്ട്, 11 ലിറ്റർ ഉണ്ട്, 20 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണക്കുകൂട്ടി കണ്ടുപിടിക്കാനുള്ളതാണ്. ഇവിടെ എളുപ്പം കണ്ടുപിടിക്കാം. ടോട്ടൽ എത്ര കിലോമീറ്റർ ആണ് ഓടിക്കാനുള്ളത് അതിനെ 1 ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് ഓടിക്കാൻ പറ്റുന്ന കിലോമീറ്റർ കൊണ്ട് ഭാഗിച്ചാൽ മതി. അതായത് 220/20 കിട്ടുന്ന ഉത്തരമാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അത് 11 ആണ്. 11 ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്തൊരു ചോദ്യം നോക്കാം. ഫാൻ ബെൽറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏതിനൊക്കെയാണ്? ഫാൻ ബെൽറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏതിനൊക്കെയാണ്? ഇവിടെ ഓപ്ഷൻ എ സ്റ്റാർട്ടർ, എൻജിൻ പുള്ളി, ആൾട്ടർനേറ്റർ. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ബി വാട്ടർ പമ്പ്, സ്റ്റാർട്ടർ, ഓൾട്ടർനേറ്റർ. അത് കഴിഞ്ഞിട്ട് സി വാട്ടർ പമ്പ്, ഓൾട്ടർനേറ്റർ, എൻജിൻ പുള്ളി. അടുത്ത ഓപ്ഷൻ ഓൾട്ടർനേറ്റർ, എൻജിൻ പുള്ളി, സ്റ്റാർട്ടർ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എല്ലാം വ്യക്തമായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ
ഏതൊക്കെ വസ്തുവിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് നമ്മൾ ഫാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ ആദ്യമേ തന്നെ മനസ്സിലാക്കാം, സ്റ്റാർട്ടർ എന്ന സാധനം ഒരിക്കലും ഫാൻ ബെൽറ്റ് ഉപയോഗിച്ച് കറങ്ങുന്ന ഒരു സാധനമല്ല. അപ്പോൾ ഈ ഓപ്ഷനിൽ സ്റ്റാർട്ടർ വരുന്ന ഓപ്ഷൻ ആദ്യമേ തന്നെ നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ എയിലും ബിയിലും ഡിയിലും സ്റ്റാർട്ടർ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ അല്ല, അതൊന്നും ശരിയായ ഉത്തരമല്ല, അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് വാട്ടർ പമ്പ്, ഓൾട്ടർനേറ്റർ, എൻജിൻ പുള്ളി. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അതല്ല, ഓരോന്നും എന്താണെന്ന് നോക്കിയിട്ട് അതിന് ഏതൊക്കെയാണ് ഫാൻ ബെൽറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കിയിട്ടും നമുക്ക് ഉത്തരത്തിലെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വാട്ടർ പമ്പ്, ഓൾട്ടർനേറ്റർ, എൻജിൻ പുള്ളി. അടുത്തൊരു ചോദ്യം, ഉത്തരങ്ങൾ ശ്രദ്ധിച്ച്. ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? ചോദ്യം വ്യക്തമായിട്ട് ഒന്നുകൂടി വായിക്കാം. ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്ററാണ്. ഇതും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്ററാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? ഓപ്ഷൻ 1.52, 1.26, 1.20, 1.15. ശരിയായ ഉത്തരം 1.26 എന്നാണ്. 1.26. ഇതൊക്കെ സ്പെഷ്യൽ ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശരിയായി ഉത്തരം എഴുതുമ്പോഴാണ് നിങ്ങൾ മുന്നിലെ റാങ്കിലേക്ക് നിങ്ങൾ വരുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും ശരിയാക്കി എഴുതാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ ഇടം നേടാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടുത്തെ ചോദ്യം, ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി, ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.26 എന്നാണ്. അതേസമയം പകുതി ചാർജുള്ള ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 1.20 എന്നും ഉത്തരം എഴുതണം. 1.20 എന്നും ഉത്തരം എഴുതണം. അത് കഴിഞ്ഞ് ഡിസ്ചാർജ്ഡ് ആയ ഒരു ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ അത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.15 എന്നും ഉത്തരം എഴുതണം. ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ വെറുതെ കേട്ടു പോവാതെ ഇത് ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.26, പകുതി ചാർജുള്ള ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.20, ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.15. ഈ ചോദ്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ദ്രാവകം. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ്, അതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിലുള്ളത് H2SO4, HNO3, H4CO3, H2Cl. നിങ്ങളെല്ലാം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാണാതെ പഠിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്ത എല്ലാ ആൾക്കാരും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാണാതെ പഠിച്ചിട്ടുണ്ട്. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ആണ് എന്ന് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്ഷനിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എന്നോ ഇല്ല. പകരം അതിൻ്റെ രാസനാമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കെമിക്കൽ നെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പഠിക്കാനുള്ളത്, സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ രാസനാമം H2SO4 എന്നാണ്. H2SO4 എന്നതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസനാമം. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റ് H2SO4 ആണ്, സൾഫ്യൂരിക് ആസിഡ്. ഇത് വ്യക്തമായിട്ട് എഴുതി പഠിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം, ഇവിടെ ഓപ്ഷൻ ഉള്ളത് അയൺ, അലുമിനിയം, കോപ്പർ, ടങ്സ്റ്റൺ. ഓപ്ഷൻ അയൺ, അലുമിനിയം, കോപ്പർ, ടങ്സ്റ്റൺ.
ഇൻകാൻഡസൻ ലാമ്പിൻ്റെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഹൈ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കൂടുതലാണ്, പ്രതിരോധം കൂടുതലാണ്. അതുകൊണ്ട് ടങ്സ്റ്റന് കൂടുതൽ നേരം ഹീറ്റായിട്ട് നിൽക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കാൻ കഴിവുണ്ട്, അത് പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടങ്സ്റ്റൺ ഒരു ഇൻകാൻഡസൻ ലാമ്പിൻ്റെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ വേർഡുകളൊക്കെ എഴുതി പഠിക്കണം, ടങ്സ്റ്റൺ. അപ്പോൾ അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഒരു അയൺ ബോക്സിൽ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അയൺ ബോക്സിൽ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം നിക്രോമാണ് അയൺ ബോക്സിലെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. നിക്രോമും ഇതേപോലത്തെ പ്രോപ്പർട്ടീസുള്ള പദാർത്ഥമാണ്. ഹൈ റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ടെമ്പറേച്ചർ ഉണ്ടാവും, പെട്ടെന്ന് ചൂടാവുകയും ഒരുപാട് നേരം ചൂട് നിലനിർത്തുകയും ചെയ്യുന്ന പദാർത്ഥമാണ് നിക്രോം. ഈ ഉത്തരങ്ങളൊക്കെ മറക്കാതെ പഠിക്കുക. അടുത്തൊരു ചോദ്യം, ഇവയിൽ ഏതാണ് പ്രൈമറി സെല്ലിന് ഉദാഹരണം? ഓപ്ഷൻ: ലിഥിയം അയൺ സെൽ, ലെഡ് ആസിഡ് സെൽ, ഡ്രൈ സെൽ, നിക്കൽ കാഡ്മിയം സെൽ. ഇവിടെ ചോദ്യം, ഇവയിൽ ഏതാണ് പ്രൈമറി സെല്ലിന് ഉദാഹരണം? അപ്പോൾ സെൽ എന്താണെന്ന് പഠിക്കണം, അതിനുശേഷം പ്രൈമറി സെൽ എന്താണെന്ന് പഠിക്കണം. പ്രധാനമായിട്ടും സെല്ല് 2 ടൈപ്പാണുള്ളത്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല, യൂസ് ആൻഡ് ത്രോ. അതായത് ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പിന്നെ മാറ്റി പകരം വേറെ ഉപയോഗിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സെല്ലാണ് പ്രൈമറി സെൽ. സെക്കൻഡറി സെല്ലെന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ സെല്ലാണ് സെക്കൻഡറി സെൽ. അപ്പോൾ അതിന് ഉദാഹരണങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് പ്രൈമറി സെല്ലിന് ഉദാഹരണം? ഇവിടുത്തെ ഉത്തരം ഡ്രൈ സെല്ലാണ് പ്രൈമറി സെല്ലിന് ഉദാഹരണം. പ്രൈമറി സെൽ ഒരുപാട് എണ്ണമുണ്ട്, അതിൽ ഒരെണ്ണമാണ് ഡ്രൈ സെല്ല്. സെക്കൻഡറി സെല്ലും ഒരുപാടുണ്ട്, അതിന് ഉദാഹരണങ്ങൾ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനെ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും സെപ്പറേറ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പ്രൈമറി സെല്ല് ഏതൊക്കെയാണ് സെക്കൻഡറി സെല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഉത്തരത്തിലെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ ഡ്രൈ സെല്ല് പ്രൈമറി സെല്ലാണ്. ഇവിടെ ബാക്കി ഓപ്ഷനിലുള്ള 3 സെല്ലും സെക്കൻഡറി സെല്ലാണ്. ലിഥിയം അയൺ സെല്ല്, ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, ഇവയൊക്കെ സെക്കൻഡറി സെല്ലിന് ഉദാഹരണമാണ്. ഇവ നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ സെല്ലുകളാണ്. മറ്റൊരു ചോദ്യം നോക്കാം. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഓപ്ഷനിലുള്ളത് ലെഡ്, കാർബൺ, സ്പോഞ്ചി ലെഡ്, അലുമിനിയം. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. അപ്പോൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ 2 ടെർമിനലുണ്ട്, ആനോഡ്, കാഥോഡ്. പോസിറ്റീവ് ടെർമിനലിനെ ആനോഡെന്നും നെഗറ്റീവ് ടെർമിനലിനെ കാഥോഡെന്നും പറയുന്നു. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ആനോഡായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത് ലെഡും നെഗറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി ലെഡുമാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന് ഉത്തരം സ്പോഞ്ചി ലെഡ് എന്നതാണ്. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന പദാർത്ഥം സ്പോഞ്ചി ലെഡാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ചോദിക്കാൻ സാധ്യത കുറവാണ് എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ വരുന്ന എക്സാമുകൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ശരിയാക്കിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അടുത്തൊരു ചോദ്യം, ഡിഫറൻഷ്യൽ യൂണിറ്റുകളിൽ കാണപ്പെടാത്ത ഗിയർ. ഡിഫറൻഷ്യൽ കാണപ്പെടാത്ത ഗിയർ. ഇവിടെ ഓപ്ഷൻ: ക്രൗൺ ഗിയർ, സൺ ഗിയർ, പ്ലാനറ്റ് ഗിയർ, വോം ഗിയർ. വോം ഗിയർ. ഇവിടെ ഡിഫറൻഷ്യൽ യൂണിറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഡിഫറൻഷ്യൽ യൂണിറ്റിൻ്റെ ക്ലാസ് ദിശ PSC നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള
മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുന്ന രീതിയിലാണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, അനിമേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഡിസൈഡിൻ്റെ 50 മാർക്കിൽ ഏറ്റവും മികച്ച മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് സഹായകമാകും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ഡിഫറൻഷ്യൽ യൂണിറ്റിനുള്ളിൽ കാണപ്പെടുന്ന ഗിയർ: ക്രൗൺ ഗിയർ, സൺ ഗിയർ, പ്ലാനറ്റ് ഗിയർ, വോം ഗിയർ. ഇവിടെ ക്രൗൺ ഗിയർ ഡിഫറൻഷ്യൽ യൂണിറ്റിനുള്ളിലെ ഗിയറാണ്, സൺ ഗിയറും ഡിഫറൻഷ്യൽ ഉള്ളിലെ ഗിയറാണ്, പ്ലാനറ്റ് ഗിയറും ഡിഫറൻഷ്യൽ യൂണിറ്റിനുള്ളിലെ ഗിയറാണ്. വോം ഗിയർ ഡിഫറൻഷ്യൽ യൂണിറ്റിനുള്ളിൽ കാണപ്പെടാത്തൊരു ഗിയറാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വോം ഗിയറാണ്, വോം ഗിയർ എന്നാണ്. അപ്പോൾ ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യം, വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കുകളിൽ ഇന്ധനത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഉപകരണം. വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കുകളിൽ ഇന്ധനത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഇവിടെ ഓപ്ഷനിലുള്ളത് ബാഫിൽ പ്ലേറ്റ്, റബ്ബർ പ്ലേറ്റ്, കൺട്രോൾ പ്ലേറ്റ്സ് ഇവയൊന്നുമല്ല. ഇവയാണ് ഓപ്ഷനിൽ ഉള്ളത്. വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കുകളിൽ ഇന്ധനത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഉപകരണം. ഇതെന്താണെന്ന് വെച്ചാൽ, വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കുകളിൽ വാഹനം പ്രത്യേക രീതിയിൽ, അതായത് ചരിഞ്ഞ പ്രതലത്തിൽ നിൽക്കുമ്പോഴോ കുത്തനെയുള്ള കയറ്റത്തിലോ ഇറക്കത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ ഇന്ധനം ടാങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള അറകളാക്കിയാണ് വാഹന ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറകളാക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ബാഫിൽ പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്നു. ബാഫിൽ പ്ലേറ്റ്സ് ഉപയോഗിച്ചാണ് വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കുകളിൽ ഇന്ധനത്തിൻ്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. വാഹനത്തിൻ്റെ എൻജിനിനുള്ളിലെ കൂളിംഗ് ഓയിൽ അല്ലെങ്കിൽ വെള്ളം കടന്നു പോകാൻ അനുവദിച്ചിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ വഴിയെ പറയുന്ന പേര്. വാഹനത്തിൻ്റെ എൻജിനുള്ളിലൂടെ കൂളിംഗ് ഓയിൽ അല്ലെങ്കിൽ വെള്ളം പോകുവാൻ അനുവദിച്ചിട്ടുള്ള വഴിയെ പറയുന്ന പേര്. ഇവിടെ ഓപ്ഷനിലുള്ളത് ഓയിൽ സമ്പ്, വാട്ടർ ജാക്കറ്റ്, വാട്ടർ പൈപ്പ്, കൂളിംഗ് ലൈൻ. ഇത്രയും ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ ഉത്തരം വാട്ടർ ജാക്കറ്റ് എന്നാണ്. ഈ ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ വാട്ടർ ജാക്കറ്റ് ഒഴികെ ബാക്കിയുള്ള ഓപ്ഷൻ എല്ലാം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ ഇത് വ്യക്തമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ വാട്ടർ ജാക്കറ്റ് എന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഈ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് അതാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഓപ്ഷനായിരിക്കും മിക്കവാറും PSC തരുന്നത്, നമ്മളെ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് വ്യക്തമായിട്ടുള്ള ആൻസർ മാത്രം നിങ്ങൾ ശരിയാക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നിങ്ങളെ മികച്ച റാങ്കിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും എല്ലാവരും എഴുതും, പക്ഷേ ഇതുപോലത്തെ റെയറായിട്ടുള്ള ചോദ്യങ്ങൾ എഴുതുന്നവർ മാത്രമേ മുന്നിലേക്കുള്ള റാങ്കിലോട്ട് വരികയുള്ളൂ. നിങ്ങളിൽ പലരും ജനറൽ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ജനറൽ PSC പഠിക്കുന്ന ഒരാൾക്ക് GK സൈഡിൽ നിന്നും മുഴുവൻ സ്കോറും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷേ വാഹന സംബന്ധമായിട്ടുള്ള 50 ചോദ്യങ്ങളിൽ ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ അത് വ്യക്തമായിട്ട് ആ ട്രേഡ് പഠിച്ചു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ജനറൽ PSC നല്ലതായിട്ട് അറിയാമെങ്കിലും ദിശ PSCയുടെ 23 ദിവസത്തെ ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ അംഗം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 23 ദിവസം കൊണ്ട് വാഹന സംബന്ധമായിട്ടുള്ള 50 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കുന്നതാണ്. അത് ദിശ PSC ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളും കേൾക്കുക. നന്ദി, നമസ്കാരം.